ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗാർഡൻ സെൻറ്ററിലേക്കാട്ടോ. നമ്മൾ വീട് വാങ്ങിച്ച സമയത്ത് നമുക്ക് ഗാർഡനിലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് വിൻ്റർ സമയമായത് കാരണം നമ്മളങ്ങനെ ഗാർഡനിലേക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ സ്പ്രിങ്ങും സമ്മറും ഒക്കെ വരാൻ പോവുകയാണല്ലോ. ഈ സമയത്താണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നടാമെന്ന് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തപ്പിയില്ല. നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം. പക്ഷെ നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഒട്ടർ നഴ്സറീസ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല, എന്ത് ചെയ്യണം, എന്ത് നടണം. എനിക്ക് കുറച്ച് ബൾബ്സ് വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയി കാണുമ്പോഴല്ലേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഗാർഡൻ സെൻറ്റർ വിസിറ്റ് ചെയ്യാമെന്ന് കരുതി. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഇതൊരു ചെറിയ സംഭവമൊന്നും അല്ലാന്ന്. സത്യത്തിൽ ഞാൻ ഇവിടം വരെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ ഈ ഫൗണ്ടൈനൊക്കെ കണ്ടപ്പോഴാട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ഗാർഡൻ്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പ്ലാന്റ്സ് മാത്രമല്ല, ഗാർഡനിൽ വയ്ക്കുന്ന ഫൗണ്ടൈൻസ്, സ്റ്റാച്യൂസ് എല്ലാം കിട്ടും. നമ്മുടെ സോളാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ നല്ല അടിപൊളി സാധനങ്ങളാണ്. പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ അതിനൊക്കെ. നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്, ഗാർഡൻ ഷെഡ്. അപ്പോൾ നമ്മൾ അതും കൂടി എയിം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം ഗാർഡൻ ഷെഡിലേക്ക് നോക്കാനായിട്ടാണ് പോയത്. ഒരുപാട് ഗാർഡൻ ഷെഡുകളുണ്ടായിരുന്നു കേട്ടോ, പല വെറൈറ്റി, പല സൈസിലൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട വിലയേക്കാളും ഒരുപാട് കൂടുതലായിട്ട് തോന്നി ഇവിടെ. ഫിറ്റിംഗ് പ്രൈസും കൂടി ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഓൺലൈനിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നിയത് കാരണം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കണ്ട എന്ന് വെച്ചു. എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാം ഞങ്ങൾ കണ്ടിട്ട് പോന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗാർഡൻ ഷെഡ്, പിന്നെ നമ്മുടെ ഗാർഡൻ റൂംസ്, എക്സ്ട്രാ റൂമായിട്ട് അത് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടേ. ഗാർഡൻ ഷെഡൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ ചട്ടിയിലൊക്കെ ആക്കി വെച്ചേക്കുന്ന കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൂവിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഈ പൂവിട്ട് നിൽക്കുന്ന ചെടികളുടെയൊക്കെ ചെറിയ തൈയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളിതൊക്കെ നടന്നിങ്ങനെ കണ്ടു എന്നേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് നടാനൊരു സ്ഥലമൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് റെഡി ആക്കാത്തത് കാരണം എല്ലാം കണ്ടിട്ട് പോന്നു. ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ അതിനുള്ളിൽ. പല കളറിലുള്ള പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ട് തന്നെ നമുക്ക് സമയം കുറേ പോയി അവിടെ. എല്ലാം നോക്കി കണ്ടു വരുമ്പോഴേക്കും തന്നെ നല്ല സമയം. പിന്നെ ഇതിൻ്റെയൊക്കെ പേര് വായിച്ച് വരുമ്പോൾ തന്നെ ഒരു സമയം എടുക്കും, അത് വേറെ. ഈ കാണുന്ന പൂ തന്നെ 2 വെറൈറ്റി പൂക്കൾ ഞങ്ങൾ കണ്ടു. പക്ഷേ ആദ്യം എനിക്ക് തോന്നി ഇത് രണ്ടും ഒരേ പൂവാണെന്ന് തോന്നിയെങ്കിലും പിന്നെയാണ് മനസ്സിലായത്, പേര് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് രണ്ട് ടൈപ്പാണ്. ഈ കാണുന്ന ചെടി ഇത് ഞാനിവിടെ UK വന്ന സമയത്ത് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു ചെടിയാട്ടോ. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ
ഇങ്ങനൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് അതിൻ്റെ ഫ്ലവർ നമ്മൾ ഫ്ലവർ വേസിലാക്കി ഞാൻ റൂമിൽ വെക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ വീട് വാങ്ങിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലെ ഒരു ചെടി എൻ്റെ ഗാർഡനിൽ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സാധാരണ നമ്മൾ മന്ത്ലി പർച്ചേസിന് പോയപ്പോഴാണ് നമ്മുടെ ആൽഡിയിൽ ഇതിൻ്റെ ചെറിയ തൈ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അവിടെ നിന്ന് വെറും 7 പൗണ്ടിനാണ് വാങ്ങിച്ചത്. ഞാനിപ്പോഴൊന്നും നട്ടിട്ടൊന്നുമില്ല, ചട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ കളറാട്ടോ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്, പിങ്ക് കളറ്. അപ്പോൾ ഇതൊക്കെ പൂവിട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഒരു 37 പൗണ്ട്, ഏറ്റവും ചെറുതിന് 16 പൗണ്ടൊക്കെയാണ്. നമ്മൾ വാങ്ങിച്ചത് വെറും 7 പൗണ്ടിനായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് അവർ വെച്ചേക്കുന്നത് മുഴുവനും നമ്മുടെ ഗാർഡനിൽ വെക്കുന്ന ചെടികൾ തന്നെയാണ്. ഇതൊക്കെയാണ് ചെറി ബ്ലോസം. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇലയൊന്നും ഇല്ലാതെ എല്ലാ കമ്പിലും നിറച്ച് ഈ പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അത് നല്ല രസമാണ്. ഇതെനിക്ക് വലിയ പിടിപാടില്ല ആ ചെടി ഏതാണെന്ന്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പിന്നെ ഈ സൈഡ് മുഴുവനും റോസാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട് റോസിനും. നമ്മളിവിടെ ഞങ്ങൾ B&Qയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ 5 പൗണ്ടിന്, അത് റെഡ്യൂസ്ഡ് റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അന്ന് ഞാനൊരു 3 തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് 16 പൗണ്ടിൻ്റെ റോസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന റോസാണ്. ഞങ്ങൾ ആദ്യം റെൻറ്റിന് താമസിച്ചിരുന്ന വീട്ടിൽ ഒരുപാട് റോസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള റോസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ കമ്പ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അതൊക്കെ നടണം. വെയിലൊക്കെ ആയി വരുമ്പോൾ വേണം നടാനായിട്ട്. റോസ് പോലെ തന്നെ എൻ്റെ ലിസ്റ്റിലുള്ള വേറൊരു ചെടിയാട്ടോ ഹൈഡ്രാഞ്ചിയ. നമ്മുടെ നാട്ടിലും ഇതുണ്ട്. ഇത് ഞാൻ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വയലറ്റാണ് ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാനിതിൻ്റെ വെറൈറ്റി കളേഴ്സ് കണ്ടു. വൈറ്റ്, പർപ്പിൾ, പിങ്ക്, അങ്ങനെ പല വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കാൻ മനസ്സിൽ എനിക്കൊരാഗ്രഹമുള്ളൊരു ചെടിയാണ് ഹൈഡ്രാഞ്ചിയ. ഇതൊക്കെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത വരവിൽ എന്തായാലും വാങ്ങിക്കുന്നു തീരുമാനിച്ചുറപ്പിച്ചൊരു ചെടിയാട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ പിച്ചിപ്പൂവില്ലേ, ഏകദേശം അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ വാങ്ങിക്കുന്നു തീരുമാനിച്ചുറപ്പിച്ചു. പിന്നെ നമ്മൾ വന്നത് ഈ സെക്ഷനിലേക്കാണ്. ഡാഫോഡിൽസിൻ്റെയും ടുലിപ്സിൻ്റെയൊക്കെ കിഴങ്ങുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല പല വെറൈറ്റി ചെടികളുടെ പൂക്കളുണ്ടാകുന്ന ചെടികളും പച്ചക്കറികളുടെയൊക്കെ വിത്തുകളും കിഴങ്ങുകളും ഒക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ നമുക്കൊരു വീക്ക്ലി മാഗസിൻ, ഇവരുടെ തന്നെ ഒരു വീക്ക്ലി മാഗസിൻ നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ ഈ മാസത്തെ ഒരു വൗച്ചറും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൽ നമുക്ക് ഡാഫോഡിൽസിൻ്റെ ടുലിപ്സിൻ്റെ കിഴങ്ങ് നമുക്ക് വില കുറവിൽ നമുക്ക് ആ വൗച്ചർ വെച്ച് നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പച്ചക്കറിയുടെ വിത്തൊക്കെ എനിക്ക് വാങ്ങിച്ച് നടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വരവിന് വേണം, ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വന്ന് വാങ്ങിക്കാനും നടാനും ഒക്കെ. കുറേ ഉണ്ട് കേട്ടോ, പല സൈസിൽ എല്ലാത്തിൻ്റെ തന്നെ വിത്തുകളുണ്ട്, കിഴങ്ങുകളുമുണ്ട്. പല സൈസിൽ ചെറുതുണ്ട്, ചെറിയ പാക്കറ്റുണ്ട്, വലിയ പാക്കറ്റുണ്ട്. നമുക്ക് ഏരിയ അനുസരിച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ച് നടാവുന്നതേ ഉള്ളൂ. സമയം പോയെന്ന് കണ്ടപ്പോൾ ബാക്കി ഏരിയയുടെ മുക്കും മൂലയിലേക്ക് ഒന്ന് എത്തിച്ച് നോക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ചെടികളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കുറച്ച് കിഴങ്ങുകളും കുറച്ച് ചെടികളും ചെറിയ ബ്ലോസും ഒക്കെ ആയിട്ട് ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത വരവിന് നമ്മൾ കുറച്ചുകൂടി ആഘോഷമായിട്ട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. എങ്ങനെയാവുമെന്നറിയില്ല. അപ്പോൾ ഇനി വന്ന് വാങ്ങിക്കുന്നതും നമുക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇത്രയും ചെടികളാട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി നടാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.